എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 2 ഡേ നമ്പർ 1. ഇന്ന് കുറച്ചധികം കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഷാനവാസ് മറ്റേ ബാഡ്ജ് കയ്യിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് പിടിച്ചു പറിക്കാനുള്ള ശ്രമമായിരുന്നു അക്ബറും അനീഷും. എന്നാൽ അക്ബർ പിടിച്ചു പറിക്കാൻ ആദ്യം ശ്രമിക്കുകയും എന്നാൽ പിന്നെ തഴഞ്ഞു പോവുകയാണ് ഉണ്ടായത്. പിന്നെ അനീഷ് കെട്ടയ്ക്ക് നിന്നു. അനീഷിന്റെ നിപ്പ് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഷാനവാസ് അതങ്ങ് വിട്ടുകൊടുത്ത് നീ എന്തെങ്കിലും ചെയ്യടേന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒനീൽ സാബുവിനെ കൊണ്ട് കൊടുത്ത്. അങ്ങനെ ഒനീൽ സാബു ഇതെന്ത് തേങ്ങയുടെ മറിമായോ എന്നുള്ള മൈൻഡിൽ അങ്ങേരിയിരിക്കണം. അങ്ങേര് അങ്ങനെ നിന്നപ്പോൾ അങ്ങേരെ കയ്യിലൊന്ന് അക്ബർ വാങ്ങിക്കൊണ്ടുപോയി. അങ്ങേർക്ക് ആരെന്തുകൊണ്ട് ചെയ്യാലും ഒരു മൈൻഡില്ലാത്തല്ലോ അങ്ങേര് അങ്ങനെ നിൽക്കുന്നുണ്ട്. അത് നല്ലൊരു മൈൻഡായിരിക്കാം ഒരു പക്ഷേ. പിന്നെ ഗെയിമിന്റെ സ്പിരിറ്റിൽ എടുക്കുക. അനീഷ് അത് അവിടെ നല്ല പോലെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് ഓവറാണ്. അനീഷ് ഉടനീളം കുറച്ച് ഓവറാണ്. എപ്പിസോഡിൽ വീണ്ടും വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ലൈവിൽ കട്ടയ്ക്ക് ഓവറായിരുന്നു. ഈ കുത്തിത്തിരിപ്പിന്റെ ഒരു പീക്ക് ലെവൽ ഗെയിമിന്റെ ഭാഗമാണ്. ഗെയിം അങ്ങനെയാണെന്നൊക്കെ എല്ലാവരും പറയുമെങ്കിലും എനിക്ക് പേഴ്സണലി അതൊക്കെ കാണാൻ എന്തോ ഒരു അരോചകരമായിട്ട് തോന്നാറുണ്ട്. എന്നാൽ താൻ ക്യാപ്റ്റൻ ആയതിനു ശേഷം കുറച്ച് മാറ്റമുണ്ട്. കുറച്ചൊന്ന് പിടിക്കാൻ നോക്കുന്നുണ്ട് സ്റ്റാൻഡേർഡ്. എന്നാൽ എവിടേക്ക് ഒരു ചീഞ്ഞ നാറ്റം ഫീൽ ചെയ്യുന്നുണ്ട്. ഇവരുടെ ബാഡ്ജ് തട്ടിപ്പറിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മിസൈലും 2-3 അവിടെയുള്ള പടകളുമായിട്ട് തറ കിടന്ന് ഉരുണ്ടായിരുന്നു ബാഡ്ജ് തട്ടിപ്പറിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അത് ശ്രമിക്കുന്നുണ്ടപ്പം ബിഗ് ബോസ് വിളിച്ച് എല്ലാത്തിനെയും കൂടി വാ മതി, നീ കൊണ്ടാക്കിയത് മതി, കയറി വാ എന്നുള്ള മൈൻഡിലായി ബിഗ് ബോസ്. അങ്ങനെ എല്ലാവരും കൂടി ഫ്രണ്ടിൽ പോയി ഹാളിൽ നിറഞ്ഞിരിക്കുകയായിരുന്നു. ഇത് ഇത്രയും തലേ ദിവസം നടന്ന സംഭവമായിട്ടാണ് കാണിക്കുന്നത്. അടുത്ത് മോർണിംഗ് ഡാൻസിൽ എല്ലാം കൂടി വന്ന് ഡാൻസ് കളിക്കുന്നു. കുറെ തേയ് തിത്തേ എന്നുള്ള രീതിയിൽ പാട്ടൊക്കെ ഇട്ട് ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ തന്നെ മുൻഷിയും രണ ഫാത്തിമയും കൂടി ഒരു ഏജിന്റെ കാര്യം പറഞ്ഞിട്ട് ചെറിയൊരു ചർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ രണ ഫാത്തിമ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ മുൻഷി വേറൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുൻഷി പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേരിന്റെ കാര്യം സംസാരിച്ചു വന്ന സമയത്ത് എനിക്ക് ഒരു അച്ഛനും ഒരു അമ്മയുമാണെന്ന്. അപ്പൊ രണ ഫാത്തിമ എടുത്ത വായിൽ ചോദിച്ചു, പിന്നെ ഞങ്ങൾക്കെല്ലാം 2 വെച്ച എന്നുള്ള രീതിയിൽ എടുത്ത വായിൽ രണ ഫാത്തിമയും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് കറക്റ്റ് ചോദ്യമാണ് ഫാത്തിമ ചോദിച്ചതെന്നാണ് ഞാനും മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുപാട് ബാക്കി എല്ലാവർക്കും 2 അങ്ങേരൊന്നും അങ്ങേക്ക് ഒരു അച്ഛനും അമ്മയാണെന്ന്. പിന്നെ ബാക്കി ഇരിക്കണമാരെല്ലാം പൊട്ടന്മാരെ ഞാൻ പൊട്ടനാ ആ രീതിയിലായിരുന്നു രണ ഫാത്തിമ ചോദിക്കേണ്ട സമയത്ത് കറക്റ്റായിട്ട് പോയിന്റ് ചെയ്ത് ചോദിക്കുകയാണ് രണ അവിടെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എല്ലാവരും വണ്ടി വിളിച്ചിരുത്തിയതിനു ശേഷം ബിഗ് ബോസ് ഒരു ചോദ്യം ചോദിച്ചു. ആ മേക്കപ്പ് സെറ്റുകൾ ആരടയെടുത്തത്, എന്തിനടയെടുത്തത് എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചുകൊണ്ട് അപ്പൊ എല്ലാം കൂടി അമ്പളങ്ങ ഒഴുങ്ങിയതുപോലെ നിൽക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഒട്ടുമിക്ക പെമ്പിള്ളാരും മേക്കപ്പ് സെറ്റ് എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആൺപടയിൽ നിന്നും ഒരുത്തൻ മാത്രം, നമ്മുടെ നെവിൻ മാത്രം ഈ കൂട്ടത്തിൽ കൂടി ഉണ്ടായിരുന്ന മേക്കപ്പ് സെറ്റുകൾ എല്ലാം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ബിഗ് ബോസ് അവിടെ വച്ചിരുന്ന സാധനങ്ങളാണ്, അല്ലാതെ ഇവർ കൊണ്ടുവന്നല്ല. ഇവർ കൊണ്ടുവന്നെല്ലാം കൂടി പണിപ്പുരയ്ക്കകത്ത് കിടപ്പുണ്ട്. അതുകൊണ്ട് അവർ കണ്ണി കണ്ടതൊക്കെ എടുത്ത് തേച്ചിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസ് വിളിച്ച് എണീപ്പിച്ചേർത്തിയിട്ട് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും കഴിഞ്ഞ് ബാഡ്ജ് ആരുടെയൊക്കെ കയ്യിലുണ്ടെന്ന് എണീറ്റ് നിൽക്കാൻ പറഞ്ഞപ്പോൾ ആര്യനും ഗിസയിലും ആദില നൂറയും എണീറ്റ് നിൽപ്പുണ്ടായിരുന്നു. അതിനുശേഷം ഒരു ടാസ്ക് ആയിരുന്നു. ടാസ്ക് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ടാസ്ക് ആണ്. എന്നാൽ അതൊരു നോമിനേഷൻ പോലത്തെ ഒരു സെറ്റപ്പിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാളുടെ മുഖത്ത് മറ്റേ ഷേവിംഗ് ക്രീം എടുത്ത് തേച്ച് കൊടുക്കാനുള്ള ഒരു സംഭവമായിരുന്നു. ആ ടാസ്ക് നേരെ ചെന്ന് നിൽക്കുന്നത് ഏതിലായിരുന്നു എന്ന് അറിയാമോ? ക്യാപ്റ്റനെ തെരഞ്ഞെടുക്കുന്ന പദ്ധതിയിലായിരുന്നു. അങ്ങനെ ഓരോരുത്തരെ ഓരോ കാരണം പറഞ്ഞും കൊണ്ട് ഷേവിംഗ് ക്രീം എടുത്ത് മോന്തയെ കൂടി പ്ലേറ്റിൽ വെച്ചിട്ട് തേച്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. തേക്ക് മുന്നേ അവർക്കെല്ലാവർക്കും വയ്ക്കാൻ ഗ്ലാസും ഗ്ലൗസും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ വെച്ച് നിൽക്കും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാൾ വന്നിട്ട് വേറൊരാളെ പേരും പറഞ്ഞിട്ട് കാരണമെന്ന് പറഞ്ഞിട്ട് ഷേവിംഗ് ക്രീം തേച്ചു കൊടുക്കും. അങ്ങനെ ഓരോരുത്തർക്ക് തേച്ചു കൊടുത്തിട്ടുണ്ട്. അനീഷ് ഷാരിയയ്ക്കും, അഭിലാഷ് അക്ബറിനും, നെവിൻ അനീഷിനും, ആദില നൂറ അനീഷിനും, RJ ബിൻസി അനീഷിനും, ഗിസൈൽ രേണുവിന്, സരിക അനീഷിന്, രണ ഫാത്തിമ മുൻഷിക്ക്, ശൈത്യ ആദില നൂറയ്ക്ക്, അനുമോൾ അനീഷിന്, ബിന്നി ശൈത്യക്ക്, ശാരിക അനീഷിന്, ആര്യൻ ആദില നൂറയ്ക്ക്, അപ്പാനി ശരത്ത് രേണുവിന്, ഷാനവാസ് അനുമോളിന്, മുൻഷി അനീഷിന്, രേണു നോറയ്ക്ക്, ആദില നോറയ്ക്കാണ് കേട്ടോ, അക്ബർ അനുമോളിന്, ഒനീൽ സാബു അനീഷിന്. ഇങ്ങനെ ഇവരെല്ലാവരും തേപ്പുകൾ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്രീമുകളൊക്കെ വരുത്തേച്ച് അങ്ങനെ ഏറ്റവും കൂടുതൽ തേപ്പുകൾ കിട്ടിയത് അനീഷിനായിരുന്നു. അപ്പോഴെല്ലാവരും അനീഷ് മുഞ്ചി എന്നുള്ള മൈൻഡിൽ ഇരിക്കുമായിരുന്നു. പക്ഷെ അവിടുത്തെ ബിഗ് ബോസിന്റെ 7ന്റെ പണി ഇതായിരുന്നു. ഏതായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിഗ് ബോസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ക്രീം ആർക്കാണ് തേപ്പ് കിട്ടിയത്, അതായത് ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന കുറ്റം പറഞ്ഞ് ഏറ്റവും കൂടുതൽ തേപ്പ് കൊടുത്ത അനീഷിനായിരുന്നു. ആ അനീഷിനെ പിടിച്ചിട്ട് ക്യാപ്റ്റനാക്കി. ആദ്യത്തെ കണ്ടസ്റ്റന്റും അവൻ തന്നെ, ആദ്യത്തെ ക്യാപ്റ്റനും അവൻ തന്നെ ബിഗ് ബോസ് ഹൗസ് സീസൺ 7. അത് വലിയൊരു ഭാഗ്യം തന്നെയാണ്. എന്തായാലും മൊണ്ണയായിട്ട് ഇനി അങ്ങോട്ട് കാണിക്കാതിരിക്കുന്നാൽ മതി. ഈ മൊണ്ണ സ്വഭാവം ആദ്യം ഇന്ന് ലൈവിൽ രാവിലെ കുറെ മൊണ്ണ സ്വഭാവങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. മൊണ്ണയിലും മൊണ്ണ സ്വഭാവമായിരുന്നു. എന്നിട്ട് ഇതും കഴിഞ്ഞിട്ടും അവൻ മൊണ്ണ സ്വഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ എനിക്ക് അങ്ങോട്ട് പിടിക്കുന്നില്ല. ഒരു ചൊറി ക്യാരക്ടറാണ്, എനിക്ക് പേഴ്സണലി പിടിക്കുന്നില്ല. അങ്ങനെ അനീഷിനെ ക്യാപ്റ്റനായി തെരഞ്ഞെടുത്തതിനു ശേഷം ശരത്തും, അതായത് അപ്പാനി ശരത്തും സരികയും
അനുമോളൊക്കെ മാറി നിന്നും കൊണ്ട് അവനെ പറ്റിയിട്ട് പറയുന്നുണ്ടായിരുന്നു. പറഞ്ഞത് നല്ല കാര്യവുമാണ്, എന്നാൽ അങ്ങനെ ഒരു കുശുമ്പ് കാര്യവുമാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇവൻ ക്യാപ്റ്റൻ ആയതിന്റെ ഒരു വിഷമം അവരുടെ പറച്ചിലുണ്ടായിരുന്നു. ഇനി അതുപോലെ തന്നെ അവൻ ബുദ്ധിപൂർവ്വം കളിച്ചു എന്നുള്ള രീതിയിൽ പിന്നെ വേറൊരു കേസ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ക്യാപ്റ്റൻ ആയ ശേഷം കുറച്ച് മാറ്റമുണ്ടെന്നുള്ള രീതിയിൽ അപ്പാനി ശരത്ത് അവിടെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് മാറ്റം ആദ്യം ഫീൽ ചെയ്തു, പിന്നെ അതങ്ങോട്ട് മാറി കിട്ടി. ഇത് കഴിഞ്ഞിട്ട് രേണുവിന്റെ മോട്ടിവേഷൻ ആയിരുന്നു. രണ ഫാത്തിമയോടും അഭിലാഷിന്റെ കൂടെയും കൂടി ഇരുന്ന് മോട്ടിവേഷൻ ആയിരുന്നു. പക്കാ മോട്ടിവേഷൻ. രേണു സുധിയുടെ മോട്ടിവേഷനാണ്. ഏതുവരെ പോകുന്നത് ഞാൻ പറയാതെ തന്നെ അറിയാലോ. അതിനുശേഷം എല്ലാവരെയും ഫ്രണ്ടിൽ വിളിച്ച് വീണ്ടും ഇരുത്തിയിട്ട് പണിപ്പുരയിലെ നിയമങ്ങളെ പറ്റിയിട്ട് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10, 13, 15 നിയമങ്ങളുണ്ട്. ഒരു 2-4 നിയമങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ബിഗ് ബോസിൽ കൊണ്ടുവന്ന ഓരോരുത്തരുടെ വ്യക്തിഗത വസ്തുക്കൾ പണിപ്പുരയിലാണ് വെച്ചിട്ടുള്ളത്. ബിഗ് ബോസ് തരുന്ന ലക്ഷറി ബഡ്ജറ്റിലെ വസ്തുക്കളും ഈ പണിപ്പുരയിൽ ഉണ്ടാകും. ലക്ഷറി ബഡ്ജറ്റിന്റെ പോയിന്റ് വെച്ചിട്ട് മാത്രമേ ഈ പണിപ്പുരയിലുള്ള സാധനങ്ങൾ എടുക്കാൻ പറ്റത്തുള്ളൂ. പണിപ്പുരയിലുള്ള ഓരോ വസ്തുവിനും പോയിന്റ്സ് ഉണ്ട്. വീക്കിലി 2 പ്രാവശ്യം മാത്രമേ ഇത് പറ്റത്തുള്ളൂ ഉപയോഗിക്കാനായിട്ട്. അങ്ങനത്തെ 13ഓളം നിയമങ്ങളുണ്ട്. 13, 15 നിയമങ്ങൾ എങ്ങാണ്ടുണ്ട്. അങ്ങനെ കുറെ നിയമങ്ങൾ അതൊക്കെ ഒന്ന് അനീഷ് വായിക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം നോമിനേഷൻ ആയിരുന്നു. ഒരാള് 2 പേരെ നോമിനേറ്റ് ചെയ്യാനുള്ള വീക്കിലി നോമിനേഷൻ ആയിരുന്നു. അടുത്ത ആഴ്ച ആര് പോകുന്നു നമുക്ക് നാളെ കണ്ടറിയാം. മിക്കവാറും ചിലപ്പോൾ ഒരാഴ്ചയും കൂടി ഗ്യാപ്പ് കൊടുക്കും. ഈ വിളിച്ചു നിർത്തിയിട്ട് സേഫ് ആയിട്ട് പിടിച്ചിരുത്തും, സമാധാനത്തോടെ ഇരിക്കും എന്ന് പറഞ്ഞ് ലാലേട്ടൻ പിടിച്ച് ഇരുത്തുമായിരിക്കും മിക്കവാറും. എന്നാലും ഓരോരുത്തർ ആരെയൊക്കെ നോമിനേറ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞുതരാം. അനുമോള് ഗിസേലിനെയും മുൻഷിയെയും നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആര്യൻ ഷൈത്തിയും നെവിനെയും, സരിക ആര്യനെയും ഒനിയലിനെയും, അക്ബർ മുൻഷിയെയും ആദില നോറയും, RJ ബിൻസി ശൈത്യയും നെവിനെയും, ഒനിൽ സാബു ശൈത്യയും ഗിസേലിനെയും, ബിന്നി ശൈത്യയും മുൻഷിയെയും, അഭിലാഷ് രേണുവിനെയും ആര്യയും, രണ ഫാത്തിമ നെവിനെയും ശൈത്യയും, മുൻഷി ശൈത്യയും ഗിസേലിനെയും, ഗിസേല് രേണുവിനെയും ശാരികയും, ശാരിക രേണുവിനെയും മുൻഷിയെയും, ഷാനവാസ് ഗിസേലിനെയും അഭിലാഷിനെയും. ഇത് ഷാനവാസ് ഗിസേലിനെ നോമിനേറ്റ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ സത്യം പറഞ്ഞാൽ എനിക്ക് യോജിപ്പുണ്ട്. നമ്മളെല്ലാവരും നന്മമരങ്ങളെന്നോ മാന്യന്മാരാണെന്നോ ഒന്നോ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇത് ഒരു മലയാളി പ്രേക്ഷകർ കാണുന്ന, അതും കുടുംബസമേതം ഇരുന്ന് കാണുന്ന ഒരു ബിഗ് ബോസ് ഷോയാണ് ഈ ഷോയിൽ വരുന്ന സമയത്ത് ഡ്രസ്സിങ്ങിന്റെ കേസ് കുറച്ച് മാന്യത കീപ്പ് ചെയ്യണമെന്നാണ് എന്റെയും ഒരു പേഴ്സണൽ അഭിപ്രായം. അല്ലാണ്ട് ഒരുമാതിരി എല്ലാം കൂടിയൊക്കെ കാണിക്കുന്ന രീതിയിലൊക്കെ വന്നിരുന്നു കഴിഞ്ഞാൽ കണ്ണു തുറന്നിരുന്ന് ബിഗ് ബോസ് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നു. കാണാനൊക്കെ നല്ല ഭംഗിയാണ് ഗിസയിൽ, നല്ല രസമാണ്, ഇടുന്ന ഡ്രസ്സ് എല്ലാം ചേരുന്നുണ്ട്. പക്ഷെ ഒക്കേഷൻ എനിക്ക് അത്ര ഫെയർ ആയിട്ട് തോന്നുന്നില്ല. കുടുംബ പ്രേക്ഷകർ ഫാമിലി ആയിട്ട് അടക്കം ഇരുന്ന് കാണുന്ന ഒരു ഷോയാണ്. അതിനിപ്പോൾ ഗിസേലിനെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നടപ്പാവുന്ന കാര്യമാണോന്ന് അറിയത്തില്ല. വ്യക്തിപരമായ താല്പര്യമാണ് ആർക്ക് എന്ത് ഡ്രസ്സ് എവിടെ ധരിക്കണമെന്നൊക്കെ. പക്ഷെ നമ്മൾ ഒന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ തന്നെ ഗിസേലിനൊന്ന് ചിന്തിക്കാൻ. കൂടെ ഇരിക്കുന്നവരൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാന്യമായിട്ടൊക്കെയാണ് ഇരിക്കുന്നത്. ഇത് മാന്യത കുറവൊന്നുമല്ല, പക്ഷെ മാന്യത കുറച്ച് കൂടിപ്പോയതിന്റെ ഒരു വിഷയം എനിക്കും ആ ഡ്രസ്സിൽ കാണാൻ ഇടയായിട്ടുണ്ട്. വേറൊന്നും കൊണ്ടല്ലേ, കണ്ണുറന്നിരുന്ന് കാണണ്ടേ. ഇനിയിപ്പം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ പറയും, ഓ നീ അമ്മാവനിടയെന്ന്. നമ്മൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അയ്യോ ചിപ്പോ എന്ന് പറഞ്ഞ് കണ്ണുപൊത്തിയിരിക്കുന്ന ടീമൊന്നുമല്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല കേട്ടോ. പക്ഷെ ഇത് കുടുംബ പ്രേക്ഷകർ കാണുന്ന ഷോ ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അടുത്ത് നെവിൻ അനുമോളിനെയും രേണുവിനെയും നോമിനേറ്റ് ചെയ്തു. ആദില നൂറ ശൈത്യയും ആര്യനെയും, ശൈത്യ ബിന്നിയെയും മുൻഷിയെയും, രേണു ശൈത്യയും അക്ബറിനെയും. രേണുവിന്റെ അടുത്ത് റീസൺ ചോദിക്കുന്ന സമയത്ത് അവര് ശരിയല്ല, അവര് ഗെയിം കളിക്കുന്നത് ശരിയില്ല, എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നു. ബിഗ് ബോസ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് എപ്പിസോഡിൽ ഇല്ല, ലൈവിലുണ്ടായിരുന്നു. അപ്പാനി ശരത്ത് നെവിനെയും ഷാനവാസിനെയും, അനീഷ് ശാരികയും അനുമോളെ, ഇങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോമിനേറ്റ് ചെയ്ത് കളിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരുടെയും നോമിനേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനുശേഷം അവിടെ ഒരു ചരിത്ര സംഭവം നടന്നിട്ടുണ്ടായിരുന്നു. വേറൊന്നുമില്ല, ഒരു തലവേദന ഏതുവരെ എത്തിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഷാനവാസിന് ഒരു തലവേദന വന്നിട്ടുണ്ടായിരുന്നു. അത് ക്യാപ്റ്റൻ എന്ന് പറയുന്ന അനീഷിന്റെ അടുത്ത് വന്നപ്പോൾ അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. എന്നാൽ രേണുവിന്റെ തലവേദന അവൻ ചാടി തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ചെറിയ വാക്ക് തർക്കത്തിൽ തുടങ്ങി. അവസാനം അഭിലാഷും അപ്പാനി ശരത്തും കൂടി രേണുവിനെ എടുത്ത് ഉടുത്തെന്ന് തന്നെ പറയാം. അവളുടെ കള്ളത്തനം പൊളിച്ചടിക്കുന്ന തന്നെ പറയാം. കള്ള തലവേദനയും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന് ഉറങ്ങിയതാണ് രേണു എന്ന് അവിടെ എക്സ്പോസ് ആവുകയാണ്. അല്ലെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി, പല കള്ളങ്ങളും പറഞ്ഞുകൊണ്ട് നടന്ന ടീംസാണ്. ഇന്നേ വരെ ജീവിതത്തിൽ സത്യം തുറന്ന് പറഞ്ഞ ചരിത്രം ഞാൻ കണ്ടിട്ടില്ല, അങ്ങനെ പറഞ്ഞതായിട്ട് കേട്ടിട്ടുമില്ല. അതുകൊണ്ട് ഇതിൽ നിന്നും ഇത്രയും മാത്രം പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നില്ല. ഓക്കെ, വോട്ടവർ എന്തായാലും കള്ളത്തനങ്ങളൊക്കെ അവന്മാർ രണ്ടുപേരും കൂടി പൊളിച്ചടിക്കിയിട്ടുണ്ട്. എനിക്ക് തലവേദന എന്ന് പറഞ്ഞുകൊണ്ട് കയറി അവിടെ ഇരുന്ന് അങ്ങ് നാടകം കളിച്ചോണ്ട് ടാസ്കിലും പങ്കെടുക്കുക, അത് ഒന്നും ചെയ്യാതെ ഇരിക്കാമെന്ന് വിചാരിച്ചു. വീട്ടിൽ കുനിഞ്ഞൊരു കുപ്പ എടുക്കാത്ത ടീമാണ്. അവിടെ പോയിട്ട് ഇനി ഫ്ലോർ ക്ലീനിങ്ങിലൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ബാത്റൂം ക്ലീനിങ് ഉണ്ട്, കിച്ചൺ ഡ്യൂട്ടി ഉണ്ട്, വെസൽ കഴുകാനുണ്ട്, അങ്ങനെ പല പരിപാടിയും അതിന്റെ അകത്തുണ്ട്. ഇതൊക്കെ എങ്ങനെ ചെയ്യുക, എങ്ങനെ പറഞ്ഞോ ദൈവത്തിനറിയാം.
എന്തായാലും അതിനുശേഷം ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം, അത്രയും തലവേദനയുള്ള ഒരാൾ ഇങ്ങനെ പൊട്ടിത്തെറിക്കുമോ? ഓക്കെ, ചിലപ്പോൾ മേ ബി പൊട്ടിത്തെറിക്കുമായിരിക്കും. പക്ഷെ അനുമോളും അവിടെ കയറി തടുക്കുന്നുണ്ടായിരുന്നു. അനുമോൾ എനിക്ക് തോന്നുന്നു ചീത്ത എന്തോ വിളിച്ചെന്നാണ് തോന്നുന്നത്. അതൊക്കെ എന്തൊക്കെയോ ഈ എപ്പിസോഡിൽ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. എന്തായാലും വഴക്കിന്റെ കുറച്ച് ഭാഗം ഞാനൊന്ന് കൊടുക്കാം. നാടകം പൊളിഞ്ഞെന്ന് പറഞ്ഞപ്പോൾ നേരെ ബിഗ് ബോസിന്റെ ക്യാമറയിൽ പോയി നിന്നിട്ട് രേണു, എനിക്ക് തലയ്ക്കകത്ത് ഭയങ്കര വേദനയുണ്ട്, തലയ്ക്കകത്തോടെ എനിക്ക് 2 റോഡ് വെട്ടിയതിന്റെ ഒരു ദൂരവും എനിക്ക് എന്തൊക്കെ തോന്നുന്നുണ്ട് എന്നുള്ള രീതിയിൽ നിന്നും കൊണ്ട് ചുമ്മാ തലയിൽ പിടിച്ചുകൊണ്ട് തള്ളി അങ്ങ് മറിക്കുവാണ്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുണ്ട് അടവ്. എന്നിട്ട് അതിനുശേഷം അവിടെ കൂടി പറണ്ടിക്കൊണ്ട് നടക്കുന്നതും തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നതൊക്കെ വേഷ കണ്ടത് തന്നെ 1 മിനിറ്റിന്റെ അകത്ത് വന്നിട്ട് പോയ തലവേദനയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതൊക്കെ കണ്ടപ്പോൾ ഉടായ്പകൾ പിന്നെ പണ്ടേ കാണിക്കുന്നുണ്ട്, കണ്ടിട്ടൊരു പുതുമ തോന്നുന്നില്ല. ഇനി വേറൊരു ക്ലിപ്പ് കൂടി ഞാൻ കൊടുക്കാം. ലാസ്റ്റ് എപ്പിസോഡ് തീരുന്നതിന് മുന്നേ അവിടെ നിന്ന് പുഷ്പ കളിക്കും, കണ്ടു നോക്കാം. രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയർ ആണ്. എന്നെ ആരെന്ത് പറഞ്ഞാലും ഒരു തേങ്ങയില്ലെന്നാണ്. ഉളുപ്പില്ല എന്ന് എനിക്ക് മുന്നേ അറിയാം. അതുകൊണ്ട് അതിൽ നിന്ന് ഞാൻ കൂടുതലൊന്നും പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. വേറെ എടുത്തു പറയത്തക്കൊന്നുമില്ല. ഈ തലവേദനയുടെ പേരിലുണ്ടായിരുന്ന ഒരു ഫൈറ്റ് മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അഭിലാഷ് കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് സത്യം പറഞ്ഞാൽ ആ ഫൈറ്റ് അവിടെ ആവശ്യം ഉണ്ടായിരുന്നോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ലായിരുന്നു. ഇത്രയും ചൂടാവേണ്ട കാര്യമില്ല. പക്ഷെ അവൾ അവിടെ കാണിച്ചു കൂട്ടിയിട്ടുള്ള കള്ളത്തനം തന്നെയാണ്. നല്ല 1-ാം തരം ഉടായ്പ ശീലമാണ്. നിങ്ങൾ ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട. ഇതിന്റെ അപ്പുറം ഇനിയിപ്പോൾ ഉടായ്പകളും കള്ളത്തനങ്ങളും മാത്രമേ കാണിക്കത്തുള്ളൂ. ഇല്ലയോ എനിക്കൊന്നും വയ്യേ അയ്യോ എന്ന് പറഞ്ഞിട്ടേ അത് അവിടെ നിൽക്കത്തുള്ളൂ. അത് 100% ഉറപ്പായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. കള്ളത്തനത്തിന്റെ ഒരു ഘോഷയാത്രയാണ് തന്റെ ജീവിതമെന്ന് പലവട്ടമായി പല രീതിയിൽ തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തിയും കൂടിയാണ് ഈ പറയുന്ന രേഷ്മ പി തങ്കച്ചൻ എന്ന് അറിയപ്പെടുന്ന ഒറിജിനൽ ഒഫീഷ്യൽ നെയിം അത് തന്നെയാണ്. എന്നാൽ രേണുസുതി എന്നാണ് ഇപ്പൊ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, അറിയട്ടെ. പുതിയൊരു വീഡിയോ ആയിട്ടാണ്. ബൈ.